അസ്സലാമലൈക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്തു. കിട്ടാത്ത ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് പഠിക്കാൻ വരുന്നതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് 4 ഷെഡ്യൂൾസാണ് പഠിക്കാനുണ്ടായിരുന്നത്: 13, 14, 15 ആൻഡ് 16. ഷെഡ്യൂൾ 13 വാസ് ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് 14 അതർ ഇൻകം, 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആൻഡ് 16 വാസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന് മുൻപുള്ള 12 ഷെഡ്യൂളും മിസ് പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിയർ ഉണ്ടാവില്ല. ബുക്ക് എടുക്കുക, അക്കൗണ്ടിങ് ബുക്ക് 144 എടുക്കാം. അതിലുണ്ട് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിൽ. അതുകൂടാണ്ട് നിങ്ങൾ നോട്ടിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനും അതിൻ്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ അതിൽ വരുന്ന 12 ഷെഡ്യൂളുകളും നിങ്ങൾ ഓൾറെഡി നോട്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാമൊന്നും കൂടി. ബാലൻസ് ഷീറ്റിൽ നമുക്ക് അറിയാം ലയബിലിറ്റി സൈഡ് ഉണ്ടാകും, അസറ്റ് സൈഡ് ഉണ്ടാകും. ഇവിടെ നമ്മൾ എഴുതുന്നത് ടി ഫോർമാറ്റിലല്ല, ഒരിക്കലും നമ്മൾ വൺ സൈഡ് ആയിട്ട് തന്നെയാണ് എല്ലാം എഴുതുന്നത്. ആദ്യം ലയബിലിറ്റീസ് എഴുതും, അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അസറ്റ്സ് എഴുതും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആവണം എന്നുള്ളൊരു ജനറൽ റൂളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഫസ്റ്റത്തെ 5 ഷെഡ്യൂളുകൾ വരുന്നത് ലയബിലിറ്റീസ് പാർട്ടിലും, പിന്നെ വരുന്ന 6ാമത്തെ ഷെഡ്യൂൾ മുതൽ 12ാമത്തെ ഷെഡ്യൂൾ വരെ 7 ഷെഡ്യൂളുകൾ വരുന്നത് അസറ്റ് സൈഡിലുമാണ്. ലയബിലിറ്റി സൈഡിൽ 5 ഷെഡ്യൂളുകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 1. ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം ലയബിലിറ്റി സൈഡിൽ എഴുതുന്ന ഐറ്റമാണ്. അത് ഷെഡ്യൂൾ 1ൽ എഴുതുക. അതിൻ്റെ ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നത്. ദെൻ ഷെഡ്യൂൾ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദെൻ ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സ്. ഷെഡ്യൂൾ 4 ബോറോയിങ്സ്. ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ഇനി ഓരോ ഷെഡ്യൂളുകളിലും ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ആദ്യം ഷെഡ്യൂളുകൾ നോക്കാം. ഇനി അസറ്റ് സൈഡിൽ വരുന്ന ഷെഡ്യൂളുകളാണ് ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, അല്ലേ? ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ്. ഷെഡ്യൂൾ 7 ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഷെഡ്യൂൾ 9 അഡ്വാൻസസ്. ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്. ഷെഡ്യൂൾ 11 അതർ അസറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, ഷെഡ്യൂൾ 12 ശ്രദ്ധിക്കണം നിങ്ങൾ. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യൂലേ, അപ്പോൾ നമ്മൾ ഒരിക്കലും കാണിക്കരുത്. അസറ്റ് സൈഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷെഡ്യൂൾ 11 വരെ എടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം അത് അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ വെറുതെ എഴുതുന്ന എമൗണ്ടാണ് ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നത്. നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. നിങ്ങൾക്കറിയാം ഫസ്റ്റത്തെ ഐറ്റം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇതിൽ ക്ലിയർ ഉണ്ടാവില്ല എന്ന് മിസ് പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കാം. ഫസ്റ്റത്തെ ഐറ്റം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ വരുന്നത് നമ്മൾ പഠിച്ചതാണ് 25% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ ഷുഡ് ബി ട്രീറ്റഡ് ആസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അത് നമ്മൾ കാണിക്കേണ്ടത് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ എമൗണ്ട് തന്നെ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിലും കാണിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ വരുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾക്കുള്ള ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ട് റിസർവ് ആയിട്ട് വെക്കണം എന്നാണ് പറയുന്നത് എല്ലാ ബാങ്കുകളും. ഈ ക്യാഷ് റിസർവ് റേഷ്യോ ഇപ്പോൾ 6% ആണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ 6% കേട്ടോ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. അത് നമ്മൾ ക്യാഷ് ആയിട്ട് ഗോൾഡ് ആയിട്ട് സെക്യൂരിറ്റി ആയിട്ടൊക്കെ വെക്കുന്നതാണ് SLR. അതിൻ്റെ പെർസെൻറ്റേജും 25% തന്നെയാണ്. ദെൻ നമുക്ക് വരുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൽ പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ നമുക്കറിയാം
എന്താണ് നമ്മൾ പേ ചെയ്യാനുള്ള ബില്ലുകളെയാണ് നമ്മൾ സാധാരണ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കമ്പനിയിൽ പഠിച്ചത് എന്നാണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതിനൊക്കെയാണ് നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതായിരിക്കും. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ്, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബിൽസ് പേയബിളിൽ വരുന്നത്. അതായത് പേയബിൾ ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, ഫോൺ ബില്ലൊക്കെ നമ്മൾ ബാങ്കിൽ കൂടെ അടക്കാറുണ്ട്. അതുപോലെ തന്നെ ടാക്സുകൾ ഗവൺമെൻറ്റിലേക്കുള്ളത് ബാങ്കിലൂടെ ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാങ്ക് നടത്തുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ ബിൽസ് പേയബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ബാങ്ക് ഡ്രാഫ്റ്റുകൾ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, സർക്കുലർ നോട്ടീസ്, പേ ഓർഡർ, ട്രാവലേഴ്സ് ചെക്ക് എക്സെട്ര. ഇതൊക്കെ നമ്മൾ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കാണിക്കേണ്ട ഐറ്റമാണ്. മനസ്സിലാക്കി വെക്കട്ടോ. ഈ കാര്യങ്ങളൊക്കെ ബിൽസ് പേയബിൾ ആണ്, ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ്. ബിൽസ് പേയബിൾ അറിയാം, ലയബിലിറ്റിയാണ്. അത് ഏത് ഷെഡ്യൂളിലാണ്? അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന 5ാമത്തെ ഷെഡ്യൂളിലാണ്. ദെൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഓരോ ബ്രാഞ്ചിലും, ഇപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്ക് 3 പീടികയിലുണ്ട്, ചന്ദ്രാപ്പിനിയിലുണ്ട്, എടമുട്ടത്തുണ്ട്, അങ്ങനെ പല ബ്രാഞ്ചുകളാണ് അല്ലേ. ആ ഓരോ ബ്രാഞ്ചിലും ആ വർഷത്തിൻ്റെ അവസാനമുള്ള ക്ലോസിംഗ് ബാലൻസുകളെയാണ് നമ്മൾ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ്, ഈ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതർ അസറ്റ്സിൽ കാണിക്കും. അല്ല ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കാണിക്കും. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ട്രയൽ ബാലൻസിലോ അല്ലെങ്കിൽ തന്നിട്ടുണ്ടാകും. അത് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ. അസറ്റ്സ് ആർ ഡെബിറ്റഡ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കാണിക്കണം. ഓക്കെ, 2 തരത്തിൽ കേട്ടോ, ശ്രദ്ധിക്കാം. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീലിങ്സ് നടത്താൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ള ഡീലേഴ്സിന് കൊടുക്കുന്ന അഡ്വാൻസുകളാണ്. ബാങ്ക് അവർക്ക് പൈസ കൊടുക്കുകയാണ് ഈ ഷെയർസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ ആയിട്ട്. അത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നിശ്ചിത ദിവസത്തേക്ക്, അതായത് ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഈ പൈസ അവർക്ക് കൊടുക്കാറില്ല. അതിനുള്ളിൽ അവർ റീപേയ്മെൻറ്റ് നടത്തണം. അങ്ങനെ വരുമ്പോൾ മണി അറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിന് മാത്രം കൊടുക്കുന്ന എമൗണ്ടിനെയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. ബാങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി മണി അറ്റ് കോൾ കഴിഞ്ഞാൽ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസം വരെ അവർക്ക് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് റീപേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കാണിക്കേണ്ടത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെഡ്യൂൾ 7 കണ്ടു. അതിലാണ് ഇത് കാണിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഷെഡ്യൂൾ 9 അഡ്വാൻസസ്. അതാണ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നത്. അഡ്വാൻസസിൽ വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് അഡ്വാൻസസ്. അഡ്വാൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ലോണ് കൊടുക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ലോണ് കൊടുക്കുന്നത് അല്ലേ. അതിൽ നിന്നാണ് ബാങ്കുകൾ ഇൻകം ഉണ്ടാക്കുന്നത്. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമ്മൾ ലോണ് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇകൾ. ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽ ഡിസ്കൗണ്ടിങ് ഇല്ലേ, ബിൽ ഡിസ്കൗണ്ടിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ആ ബില്ലിൻ്റെ മുഴുവൻ എമൗണ്ടും ബാങ്ക് കൊടുക്കുന്നില്ല. അതിൽ കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് എടുത്തിട്ട് 10,000 രൂപയുടെ ബില്ലാണെങ്കിൽ 9,000 റുപ്പീസ് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ആൾക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഡിസ്കൗണ്ടുകളായിട്ടും ബാങ്കിന് ഇൻകങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേതാണ് ലോണ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ലോണുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ബാങ്കിന് ഇൻകം കിട്ടുന്നുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, ക്യാഷ് ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റുകൾ, തൻ്റെ അക്കൗണ്ടിനെക്കാട്ടിലും കൂടുതലായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യലാണ് ഓവർ ഡ്രാഫ്റ്റ് എന്നറിയാം. ബിൽസ് ഡിസ്കൗണ്ടഡ്, മിസ് പറഞ്ഞതുപോലെ തന്നെ 10,000 രൂപയുടെ ബില്ലാണെങ്കിൽ ഒരാൾ വന്നിട്ട് ബാങ്കിൽ പറയാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ എന്തു ചെയ്യും, ആ ബില്ലിലെ എമൗണ്ട് ഫുള്ള് കൊടുക്കാതെ ഇപ്പോൾ 10,000 രൂപയുടെ ആണെങ്കിൽ 9,000 റുപ്പീസ് കൊടുത്തിട്ട് 1000 രൂപ ബാങ്ക് എടുക്കും. അപ്പോൾ ബിൽസ് ഡിസ്കൗണ്ടഡിലൂടെയും ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്,
ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ദെൻ ബിൽസ് പർച്ചേസ്ഡ് വരുന്നുണ്ട്. ബിൽസ് ഡിസ്കൗണ്ടഡ് പോലെയല്ല, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഈ ബില്ല് പർച്ചേസ് ചെയ്യുകയാണ്, ആ മൊത്തം വില കൊടുക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കൗണ്ടിങ് ദം, അവിടെ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നില്ല. 10,000 രൂപയുടെ ബില്ല് 10,000 രൂപയ്ക്ക് തന്നെ ബാങ്ക് മേടിക്കുന്നതാണ് ബിൽസ് പർച്ചേസ്ഡ്. പക്ഷേ അവിടെ ഒരു സംഭവമുണ്ട്. ദിസ് ഈസ് ജനറലി ഡൺ ഇൻ ദി കേസ് ഓഫ് ഡോക്യുമെൻ്ററി ബിൽസ്. ഡോക്യുമെൻ്ററി ബിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബില്ലിൻ്റെ കൂടെ ടൈറ്റിൽ ഓഫ് ഗുഡ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ്, ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് കൂടി ഈ ബില്ലിലൂടെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനത്തെ ബില്ലുകളൊക്കെ ബാങ്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്, ഡിസ്കൗണ്ട് ചെയ്യാതെ തന്നെ. ബില്ലിലൂടെ നമ്മൾ കണ്ടീഷണൽ ബിൽസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൂടി നമ്മളുടെ ഓണർഷിപ്പിൽ, ബാങ്കിൻ്റെ ഓണർഷിപ്പിലേക്ക് വരുന്ന കേസാണ് എങ്കിൽ അവിടെ ഡിസ്കൗണ്ടിങ് നടത്താറില്ല. അപ്പോൾ ബിൽസ് പർച്ചേസ്ഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതും അഡ്വാൻസസിൽ വരുന്നതാണ്, ഷെഡ്യൂൾ 9. ദെൻ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഐറ്റം തന്നിട്ടുണ്ട്, നോൺ ബാങ്കിങ് അസറ്റ്സ്. നെക്സ്റ്റ് ഐറ്റം കേട്ടോ, 8ാമത്തെ ഐറ്റം നോൺ ബാങ്കിങ് അസറ്റ്സ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ലോൺ ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സെക്യൂരിറ്റി വെക്കണം. ഗോൾഡോ ക്യാഷ് ആയിരിക്കില്ല, ഗോൾഡ് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം. ഇനി ഈ ലോൺ റീപേ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്താ ചെയ്യുക? ഈ പ്രോപ്പർട്ടി എടുത്ത് വിൽക്കും. അപ്പോൾ പറയുന്നത് 7 വർഷത്തിനുള്ളിൽ ഈ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യണമെന്നാണ്, ബാങ്ക് വിൽക്കണം എന്നാണ് പറയുന്നത്, ഈ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് മുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റുകൾ ബാങ്കിൻ്റെ പ്രോപ്പർട്ടികളാകും. ഇത് നമ്മൾ അതർ അസറ്റ്സിൽ കാണിക്കണം, നോൺ ബാങ്കിങ് അസറ്റ്സ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ലോണിന് വെച്ചിട്ടുള്ള സെക്യൂരിറ്റി ആണ്, അത് ലോൺ റീപേ ചെയ്യാതെ വരുമ്പോൾ അത് ബാങ്കിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നു, അത് നമ്മൾ അതർ അസറ്റ്സിൽ കാണിക്കണം. ദെൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് നിങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ്, ഫ്യൂച്ചർ ഇവൻറ്റ്സിൽ വരാനിരിക്കുന്ന ലയബിലിറ്റീസ് ആണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അതിൽ കുറേ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ക്ലെയിംസ് അഗെയിൻസ്റ്റ് ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, ലയബിലിറ്റി ഓൺ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്, that liability on account of a forward exchange contract, guarantees given on behalf of customers, acceptance and endorsement and other obligations on behalf of customers. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ തന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഷെഡ്യൂളിലും വരാത്ത ഐറ്റം എന്നുണ്ടെങ്കിൽ അത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയാണ്. അത്രയും മനസ്സിലാക്കുക. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ബിൽസ് ഫോർ കളക്ഷൻ നമ്മൾ +1 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചിരുന്നില്ലേ? എന്താ, ഒരു കസ്റ്റമർ ബാങ്കിലേക്ക് ബില്ല് കൊടുത്തിട്ടുണ്ടാകും, അതിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്ക് ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും അല്ലേ, 5-6 ദിവസം എടുക്കും. ഇപ്പോൾ വേറെ ബാങ്കിലത്തെ ചെക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ചെക്ക് അടുത്ത ബാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് ക്യാഷ് കിട്ടിയതിന് ശേഷമേ നമ്മളുടെ കയ്യിൽ എത്തുള്ളൂ. അപ്പോൾ ബില്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ കളക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ക്ലോസിങ് ഡേറ്റിൽ, അതായത് ഇപ്പോൾ മാർച്ച് 31 വരെ ആയിട്ടും ഈ ബില്ലിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്ത് ബാങ്കിലേക്ക് വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ബിൽസ് ഔട്ട്സ്റ്റാൻഡിങ് ഫുട് നോട്ടായിട്ട് കാണിക്കണം. അത്രേ ഉള്ളൂ. ബിൽസ് ഫോർ കളക്ഷൻ എന്ത് കാണിക്കണം? ഫുട് നോട്ടായിട്ട്. ഫുട് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഷെഡ്യൂളിലും വരില്ല, വെറുതെ ബാലൻസ് ഷീറ്റിൻ്റെ അടിയിൽ എഴുതും. ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 12 ആണ്. അത് നമ്മൾ അസറ്റ് ടോട്ടൽ ചെയ്തതിന് ശേഷം വെറുതെ എടുത്തെഴുതുന്ന എമൗണ്ട് ആണ്. അതുപോലെ തന്നെയാണ് ഈ ബിൽസ് ഫോർ കളക്ഷൻ. ഫുട് നോട്ട് 1 വരുന്നുള്ളൂ, ബിൽസ് ഫോർ കളക്ഷൻ അതും നമ്മൾ വെറുതെ എടുത്തെഴുതും. ആ എമൗണ്ട് ടോട്ടൽ ചെയ്യലോ പിടിക്കലോ ഒന്നുമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ദെൻ ഇലുസ്ട്രേഷൻ 20 എടുക്കുക, പേജ് നമ്പർ 146 തന്നെ ഉണ്ട്. മോഡേൺ ബാങ്ക് ലിമിറ്റഡിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, നമുക്കറിയാം ഷെഡ്യൂൾ 1 വരുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ ട്രാൻസ്ഫറിങ് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 10 lakh തന്നിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഏതിലാണ് വരാമെന്ന് പറഞ്ഞത്? റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് വരുന്നത്.
ഇപ്പോൾ ഷെഡ്യൂൾ 2 എടുത്ത് നോക്കിയേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഈ ഷെഡ്യൂളുകളെല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയേ. പേജ് നമ്പർ മിസ് പറഞ്ഞുതരാം. പേജ് നമ്പർ പേജ് നമ്പർ 117 ഉണ്ട്. 117, 115 മുതൽ അതിൽ ക്യാപിറ്റൽ തന്നിരിക്കുന്നുണ്ടോ? നാഷണലൈസ്ഡ് ബാങ്ക് ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ അതർ ബാങ്ക്സ്. നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ തന്നിരിക്കുന്ന എന്താ? ഷെഡ്യൂൾ 2ൽ പേജ് നമ്പർ 116 സ്റ്റാറ്റ്യൂട്ടറി റിസർവ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവുകൾ വരും. ഷെയർ പ്രീമിയം എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് പ്രീമിയം, നമ്മൾ പ്രീമിയത്തിന് കൊടുത്തിട്ടുള്ള ഷെയറുകൾ. റവന്യൂ ആൻഡ് അതർ റിസർവ്സ്, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫ്രം ബാങ്കിൽ നിന്നും ഫ്രം അതേഴ്സിൽ നിന്നും ഉണ്ട്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ് എല്ലാം വരും. ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. ദെൻ ബോറോയിങ്സിൽ വരുന്നതാണ് ബോറോയിങ്സ് ഇൻ ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിൽ നിന്നുള്ള ബോറോയിങ്സ്, മറ്റ് ബാങ്കുകളിൽ നിന്ന്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള ബോറോയിങ്സ്. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ നോക്കിയാൽ ബിൽസ് പേയബിൾ, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, അതർ ഇൻക്ലൂഡിങ് പ്രൊവിഷൻ. ദെൻ ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിലില്ല കേട്ടോ മീൻസ്. പേജ് നമ്പർ 118 ഇപ്പോൾ പറയുന്നത്. ക്യാഷ് ഇൻ ഹാൻഡും ബാലൻസ് വിത്ത് RBI ഉണ്ട്. ദെൻ ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി ടു കോൾ ഷോർട്ട് നോട്ടീസ്. അത് നിങ്ങൾക്കറിയാം. ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയും ഔട്ട്സൈഡ് ഇന്ത്യയും വരും. അഡ്വാൻസസ് നമ്മളിപ്പോൾ പഠിച്ചു. ദെൻ ഫിക്സഡ് അസറ്റുകൾ നമുക്കറിയാം. അതർ അസറ്റ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്. അതർ അസറ്റ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും നമുക്ക്. എപ്പോഴാണ് മിസ് പറഞ്ഞില്ല, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതർ അസറ്റും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതർ ലയബിലിറ്റീസിലാണ് വരുന്നത്. ഷെഡ്യൂൾ 2 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. ദെൻ ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ്. നമുക്ക് ഇങ്ങനെയാണ് ഷെഡ്യൂളുകൾ വരുന്നത്. ബോറടിച്ചു അല്ലേ? പോട്ടെ, പ്രോബ്ലത്തിലേക്ക് വരാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ 1ലാണ് വരുന്നത്. മിസ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഷെഡ്യൂളിലാണ് വരുന്നതെന്ന്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഷെഡ്യൂൾ 2ലാണ് വരുന്നത്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ക്യാപിറ്റൽ റിസർവും ഷെഡ്യൂൾ 2ലാണ് വരുന്നത്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ സെക്യൂരിറ്റീസ് പ്രീമിയം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 2. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷെഡ്യൂൾ 2, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ 3, ഡെപ്പോസിറ്റ്സ്. ടേം ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ 3, ഡെപ്പോസിറ്റ്സ്. ഷെഡ്യൂൾ സേവിങ്സ് ആൻഡ് ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ 3, ഡെപ്പോസിറ്റ്സ്. ബോറോയിങ്സ് ഫ്രം RBI ഷെഡ്യൂൾ 4, ബോറോയിങ്സ്. ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക് ഷെഡ്യൂൾ 4, ബോറോയിങ്സ്. ബിൽസ് പേയബിൾ ഷെഡ്യൂൾ 5, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ആൻഡ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ക്രെഡിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മിസ് പറഞ്ഞത്? ഡെബിറ്റ് ആണെങ്കിൽ അതർ അസറ്റ്സും, ക്രെഡിറ്റ് ആണെങ്കിൽ അതർ ലയബിലിറ്റീസിലാണ് വരുന്നത്. സോ ഷെഡ്യൂൾ 5 ക്യാഷ് ഇൻ ഹാൻഡ്. ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. ആ ഷെഡ്യൂളിൽ തന്നെ ഉണ്ട് അല്ലേ ബാലൻസ് വിത്ത് RBI എന്ന്. ദെൻ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ഷെഡ്യൂൾ 7. മണി അറ്റ് ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. RBIയിലുള്ളത് ഷെഡ്യൂൾ 6ലും മറ്റ് ബാങ്കിലുള്ള ബാലൻസുകൾ ഷെഡ്യൂൾ 7ലാണ് കേട്ടോ വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഷെഡ്യൂൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് ഷെഡ്യൂൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗോൾഡ് ഷെഡ്യൂൾ 8. ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. ടേം ലോൺസ് ഷെഡ്യൂൾ 9. അഡ്വാൻസസ്. ക്യാഷ് ക്രെഡിറ്റ് ഷെഡ്യൂൾ 9. അഡ്വാൻസസ്. ഓവർ ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ 9. അഡ്വാൻസസ് നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ തന്നെ. ദെൻ പ്രിമൈസസ് ഷെഡ്യൂൾ 10. ഫിക്സഡ് അസറ്റ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഷെഡ്യൂൾ 5. നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടിരുന്നു. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഐറ്റമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്ഥലത്ത് എടുക്കണം. എവിടെയൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഏൺഡിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടഡിൽ നിന്ന് ബിൽസ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കുറച്ച് കാണിക്കണം. ദെൻ
അത് ഷെഡ്യൂൾ 14-ലാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് റിബേറ്റ്സ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കാണിക്കണമെന്ന് നമ്മൾ അന്ന് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, 2 സ്ഥലത്ത് എടുക്കണമെന്ന്. ദെൻ നോൺ ബാങ്കിങ് അസറ്റ്സ്, സെക്യൂരിറ്റീസ് ഓഫ് നോൺ പെയ്ഡ് ലോൺ. നോൺ ബാങ്കിങ് അസറ്റ് നമ്മൾ പഠിച്ചു, സെക്യൂരിറ്റി വെച്ചിട്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ബാങ്ക് അതെടുത്തിട്ട് വിറ്റു, അത് ബാങ്കിൻ്റെ പ്രോപ്പർട്ടിയായി മാറി, അതാണ് നോൺ ബാങ്കിങ് അസറ്റ്. അത് നമ്മളെവിടെ കാണിക്കണമെന്ന് പറഞ്ഞത് 11 അതർ അസറ്റ്സിൽ. ദെൻ ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ 10. നമുക്കിനി ഇതിൻ്റെ ഒക്കെ ഇത് മിസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സോറി നേരെ ഷെഡ്യൂളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തേക്ക് നോക്കിയാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് ഈസ് 40 lakh. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ 1 എഴുതിയിട്ട് ഷെയർ ക്യാപിറ്റൽ എഴുതിയിട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 40 lakh, ഇനിക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾ 1 എടുത്ത് ഷെഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 40 lakh, ഷെയർസ് ഓഫ് ₹10 each 40 lakh എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഐറ്റം കണ്ടില്ലേ, ആ 20 lakh ആണ് എഴുതിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ദർ ഈസ് എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. പാരഗ്രാഫിലേക്ക് വരാം. ദർ ഈസ് എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി 3 lakh ഉണ്ട്. ദി ബാങ്ക് ഹാസ് ബിൽസ് ഫോർ കളക്ഷൻ എമൗണ്ടിങ് 10 lakh. ഇത് രണ്ടും നമുക്ക് അസറ്റ് സൈഡിൽ അസറ്റുകൾ ടോട്ടൽ ചെയ്തതിന് ശേഷം അടിയിൽ എഴുതേണ്ടതാണ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഷെഡ്യൂൾ 12 ദെൻ ബിൽസ് ഫോർ കളക്ഷൻ ഫുട് നോട്ടും ആയിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ നോക്കിയേ, ഇനി നിങ്ങൾക്ക് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തൂടെ? ഷെഡ്യൂളുകൾ മിസ് വെറുതെ കാണിച്ചു തരാം. ഷെഡ്യൂളുകൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കാം, പേജ് നമ്പർ 148 കണ്ടോ. ഫസ്റ്റത്തേത് ഷെയർ ക്യാപിറ്റലിൽ മിസ് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു തന്നെയാണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കിയേ, അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മിസ് പറഞ്ഞു, അത് 10 lakh തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഇത്രയും ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ടോട്ടൽ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇങ്ങോട്ട് ബാലൻസ് ഷീറ്റിലേക്ക് മേലെ എടുത്ത് എഴുതിയേക്കണുണ്ടോ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടോട്ടലാണ് 32 lakh. അതിൻ്റെ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്. ഈ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ നമ്പർ ആസ് ഓൺ 31/3/2019 17 ആസ് ഓൺ 31/3/2016. ദെൻ ഷെഡ്യൂൾ 3 നോക്കിയാൽ നിങ്ങൾ, ഷെഡ്യൂൾ 9 എത്തിയല്ലോ അല്ലേ. ഷെഡ്യൂൾ 3 ടെക്സ്റ്റിൽ നോക്കട്ടാ. ഷെഡ്യൂൾ 3 ഇതിൽ കാണില്ല. ഷെഡ്യൂൾ 3 ഓക്കെ. ഷെഡ്യൂൾ 3 ടെക്സ്റ്റിൽ നോക്കിയേ. ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സുകളാണ് വരുന്നത്. നമ്മൾ നോക്കിയാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ്. അതിൻ്റെ ടോട്ടൽ 72 lakh ഉണ്ട്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിയേ, 72 lakh ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതിയിട്ടില്ലേ. ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ 3 72 lakh അല്ലേ. ദെൻ ഷെഡ്യൂൾ 4 നോക്കിയേ, അതിൽ ബോറോയിങ്സ് ഫ്രം RBI ഉണ്ട്, അതർ ബാങ്ക്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ ബോറോയിങ്സ് ഷെഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് 1,29,40,000. ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ ബിൽസ് പേയബിൾ വരുന്നുണ്ട്. ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുന്നു. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ 5. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ലയബിലിറ്റി സൈഡായി നമുക്ക്. അപ്പോൾ ലയബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷെഡ്യൂൾ 6 നോക്കിയേ, ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് വിത്ത് RBI എന്ന് പറഞ്ഞിട്ട് 2 എമൗണ്ട് എഴുതിയിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് അസറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി. ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ 6 എന്ന് പറഞ്ഞിട്ട്. ദെൻ ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ബാലൻസ് വിത്ത് ബാങ്ക്സ് തന്നിട്ടില്ല, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നില്ലെന്ന് പറഞ്ഞ് എഴുതാം. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് തന്നിട്ടുണ്ട്, എമൗണ്ട് ടോട്ടൽ ചെയ്യുക. ഷെഡ്യൂൾ 7 ടോട്ടൽ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതാം. ദെൻ ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഗോൾഡ് തന്നിട്ടുണ്ട്, അത് ടോട്ടൽ ചെയ്യുക. ഇതിൻ്റെ ടോട്ടൽ ഷെഡ്യൂൾ 8 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്ക് എടുത്തെഴുതാം.
ദെൻ ഷെഡ്യൂൾ 9 അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അഡ്വാൻസസും ഇതുപോലെ തന്നെ എഴുതാം. ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് വരും. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺ പേയബിൾ ഓൺ ഡിമാൻഡ്, ടേം ലോൺ എക്സെട്ര. ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റുകൾ വരുന്നുണ്ട്. ഷെഡ്യൂൾ 11 അതർ അസറ്റ്സിൽ നോൺ ബാങ്കിങ് അസറ്റ് മാത്രം വരുന്നുള്ളൂ. ദെൻ ഷെഡ്യൂൾ 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾ അസറ്റുകൾ എഴുതി, അതർ അസറ്റ്സ് ഷെഡ്യൂൾ 11 വരെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്തു. രണ്ട് സൈഡും ഈക്വൽ ആണ്. അതിൻ്റെ താഴെയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഷെഡ്യൂൾ 12 എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫുഡ് നോട്ടാണ്, ഷെഡ്യൂൾ ഇല്ല, എമൗണ്ട് വെറുതെ ജസ്റ്റ് എടുത്ത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ പറയാനുള്ളത് ഇല്ലുസ്ട്രേഷൻ 21 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. മിസ്സിന് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല, നിങ്ങൾ ചെയ്താൽ മതിയാവും. ഷെഡ്യൂൾ 9 അഡ്വാൻസസ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്, കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ ആൻസർ ഇതിൽ പെട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇതിൽ കാണുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം, പേജ് നമ്പർ 150. ഇതിലൊന്നുമില്ല. ഇല്ലുസ്ട്രേഷൻ 21 നമ്മളോട് ഷെഡ്യൂൾ 9 അഡ്വാൻസസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് പേജ് നമ്പർ 119 ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്, ഈ ഷെഡ്യൂൾ 9 അഡ്വാൻസസിൻ്റെ. അതുപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി എഴുതാം. ഇതിൽ തന്നിരിക്കുന്ന എമൗണ്ടുകൾ മാത്രം വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനാണ് തന്നിട്ടുള്ളത്. കണ്ട അഡ്വാൻസസിൻ്റെ ഫോർമാറ്റൊക്കെ ABC, എയുടെ ടോട്ടലും ബിയുടെ ടോട്ടലും സിയുടെ ടോട്ടലും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സിയിൽ വരുന്നത് അഡ്വാൻസസ് ഇൻ ഇന്ത്യയും അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടണം. ദെൻ അഡ്വാൻസുകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ടേം ലോൺ, ലോൺ റിപ്പേബിൾ ഓൺ ഡിമാൻഡ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെ. ദെൻ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട്. രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് അതും എഴുതാം. ഇല്ലുസ്ട്രേഷൻ 22 കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഒരുവിധം. ഇല്ലുസ്ട്രേഷൻ 22 നോക്കിയേ. ഇല്ലുസ്ട്രേഷൻ 22 നമുക്ക് 2 സൈഡായിട്ടാണ് തന്നിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ ഡെബിറ്റ് സൈഡിലത്തെ ഐറ്റംസ് മാത്രം ഷെഡ്യൂളുകൾ എഴുതി വെച്ചിട്ടുള്ളൂ, നിങ്ങൾ നോക്കാം. ടേം ലോണ് ഷെഡ്യൂൾ 9 അഡ്വാൻസസ്, ക്യാഷ് ക്രെഡിറ്റ് അഡ്വാൻസസ് ഷെഡ്യൂൾ 9, ഓവർ ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ 9 അഡ്വാൻസസ്, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ഷെഡ്യൂൾ 9 അഡ്വാൻസസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതെന്താണ്, അസറ്റാണ്. അതർ അസറ്റ്സിൽ കാണിക്കണം. മണി അറ്റ് കോൾ ഷെഡ്യൂൾ 7 മണി അറ്റ് കോൾ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ഷെഡ്യൂൾ 6 ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് bank, cash in hand and balance with RBI, cash with RBI schedule 6, balance with other banks schedule 7, balance with other banks, balance with the banks and money at short call and short notice. ഇത്രയുമാണ് നമുക്ക് വരുന്ന ഷെഡ്യൂളുകൾ. ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്, നിങ്ങളൊക്കെ അതൊന്ന് നോക്കട്ടോ, കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ നോക്കിയാൽ കിട്ടും. എന്നിട്ട് നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതങ്ങനെ എടുത്ത് എഴുതാം. നമ്മൾ അസറ്റ്സ് ആയിട്ട് ബാലൻസ് ചെയ്ത ശേഷം ആൻസറിൽ നോക്കിയാൽ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ അങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ഫുട് നോട്ട് ഉണ്ട്, ബിൽസ് ഫോർ കളക്ഷൻ, അതും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലങ്ങളൊക്കെ ഇപ്പം തന്നെ ഇരുന്ന് ചെയ്യാട്ടോ. ദെൻ ഇല്ലുസ്ട്രേഷൻ 23 നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി വരുന്ന ഐറ്റമാണ് ഇല്ലുസ്ട്രേഷൻ 23. അപ്പോൾ ഷെഡ്യൂൾ 1 മുതൽ ഷെഡ്യൂൾ 16 വരെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പറഞ്ഞിട്ടുണ്ടല്ലോ മിസ് ഷെഡ്യൂളുകൾ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തൂടെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിൽഡിങ് തന്നിട്ടുണ്ട്, ഫർണിച്ചർ തന്നിട്ടുണ്ട്,
അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെഡ്ജർ ബാലൻസിൽ ഡിപ്രീസിയേഷൻ റിസർവ് ഓൺ ഫർണിച്ചറും ഡിപ്രീസിയേഷൻ റിസർവ് ഓൺ ബിൽഡിങ്ങും തന്നിട്ട് പറഞ്ഞ് 2 എണ്ണം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് മറിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് വേറെ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 50,000, ഫർണിച്ചർ 5,000 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ രണ്ടിടത്തെടുക്കണം. മറ്റേ ലെഡ്ജർ ബാലൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് 2 സ്ഥലത്തെടുക്കണം, സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് ട്രയൽ ബാലൻസിലോ അല്ലെങ്കിൽ ലെഡ്ജർ ബാലൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തെടുത്താൽ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഷെഡ്യൂൾ 10 പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ബിൽഡിങ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഷെഡ്യൂൾ 10 ഇവിടെ കാണിച്ചിട്ടുണ്ട്, ക്ലിയർ ആണെന്ന് അറിയില്ല. ഷെഡ്യൂൾ 10 നോക്കിയാൽ ഫിക്സഡ് അസറ്റ്സ്, അതിൽ മിസ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തേക്ക് നോക്കിയാൽ ഫർണിച്ചർ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് 50,000 ആണ്. അതിൽ നമുക്ക് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ റിസർവ് 2,000 തന്നിട്ടുണ്ട്. മിസ് അത് കുറച്ചു. അതിൻ്റെ കൂടെ മിസ് കുറച്ചതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 5,000. അതും കൂടി കുറച്ചിട്ടാണ് നമുക്ക് 43,000 എന്നുള്ള ഫർണിച്ചറിൻ്റെ എമൗണ്ട് കിട്ടിയത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ഇനി എടുക്കേണ്ട, നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തു. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഈ ഫർണിച്ചറിൻ്റെ 5,000 നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു സ്ഥലത്തെടുത്തു. ഇനി ഒരു സ്ഥലത്തും കൂടി എടുക്കണ്ടേ? അത് നമ്മൾ എവിടെ എടുക്കാം? ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഡിപ്രീസിയേഷൻ ഓൺ ബാങ്ക്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിൻ്റെ ഫർണിച്ചറിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മിസ് പറഞ്ഞുതരാം. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസിൽ 6,50,000 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ട്രയൽ ബാലൻസിൽ തന്നെ ഡിപ്രീസിയേഷൻ റിസർവ് ഓൺ ബിൽഡിംഗ് ലാസ്റ്റ് നിന്ന് 5ാമത്തെ ഐറ്റം ഡിപ്രീസിയേഷൻ റിസർവ് ഓൺ ബിൽഡിംഗ് 8,000 തന്നിട്ടുണ്ട്. അത് കുറയ്ക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ കുറക്കേണ്ടതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ 50,000 കൂടി കുറച്ചിട്ടാണ് ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കാണിക്കേണ്ടത്. ദെൻ ഇൻക്ലൂഡഡ് ഇൻ ദി കറണ്ട് അക്കൗണ്ട് ലെഡ്ജർ ആർ അക്കൗണ്ട്സ് ഓവർ ഡ്രോൺ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 25,000. കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കറണ്ട് ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്നതാണ് 2ാമത്തെ ഐറ്റം, പ്രോബ്ലത്തിൽ 2ാമത്തെ ഐറ്റം. അത് നമ്മൾ ഡെപ്പോസിറ്റ്സിൽ കാണിക്കുന്നതാണ്. കറണ്ട് ഡെപ്പോസിറ്റ് നമുക്ക് 9,70,000 ഉണ്ട്. അത് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് അവൻ 25,000 എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ഡെപ്പോസിറ്റാണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കാൻ. അത് ശ്രദ്ധിക്കാം. ദെൻ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 30,000 നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ബിൽസ് ഫോർ കളക്ഷൻ നമുക്കറിയാം എന്താണ്, ഫുട് നോട്ടാണ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഷെഡ്യൂൾ 12 ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞു തരാനുള്ള ഒന്നുമില്ല, നിങ്ങൾക്ക് സാധാരണ എഴുതാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്ന ഐറ്റമാണ്. പിന്നൊന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, ഇത്രയും പ്രോബ്ലങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.